ഭൂരിപക്ഷ വികാരത്തെ പരിഹസിച്ച് പ്രതിപക്ഷം സന്തോഷം കണ്ടെത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഗളന്മാരുടെ അതേ മാനസികാവസ്ഥയിലൂടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും മോദി പറഞ്ഞു. ജമ്മുകശ്മീരിന് പ്രത്യേക പദവി തിരികെ നൽകുമെന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ എന്ന് പ്രധാനമന്ത്രി കോൺഗ്രസിനെ വെല്ലുവിളിച്ചു. मोदी ने 370 की दीवार गिरा दी। दीवार गिरा दी इतना नहीं, उस मलबे को भी जमीन में गाड़ दिया है मैंने। मैं चुनौती देता हूं, हिंदुस्तान की कोई पॉलिटिकल पार्टी हिम्मत करके आ जाए, विशेष करके मैं कांग्रेस को चुनौती देता हूं, वो घोषणा करे वो 370 को वापस लाएंगे, ये देश उनका मुंह तक देखने को तैयार नहीं होगा। നേരത്തെ രാഹുൽ ഗാന്ധിയും RJD നേതാവ് ലാലു പ്രസാദ് യാദവും ചേർന്ന് മട്ടൻ കറി വെച്ചതും മോദി പ്രചാരണ ആയുധമാക്കി. सावन के महीने में मटन बनाने का मौज ले रहे हैं। इतना ही नहीं, उसका वीडियो बना करके देश के लोगों को चिढ़ाने का काम करते हैं। लेकिन इन लोगों की मंशा दूसरी होती है। जब सब मुगल यहां आक्रमण करते थे ना, तो उनको सत्ता राजा को पराजित करने से संतोष नहीं होता था। जब तक मंदिर तोड़ते नहीं थे, जब तक श्रद्धा स्थानों की कत्ल नहीं करते थे, उनको संतोष नहीं होता था, उनको उसी में मजा आता था। वैसे ही सावन के महीने में वीडियो दिखाकर वो मुगल के लोगों के जमाने की जो मानसिकता है ना, उसके द्वारा वो देश के लोगों को चिढ़ाना चाहते हैं. ശരത് കെ ശശി നൽകും വിശദാംശങ്ങൾ. ശരത്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി തിരികെ നൽകുമെന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ എന്ന് കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിക്കെതിരെ പഴയൊരു ആരോപണം ഉയർത്തിക്കൊണ്ട്, മട്ടൻ കറി വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടും അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? ശ്രുതി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും RJD നേതാവ് ലാലു പ്രസാദ് യാദവും 2023 ഒരുമിച്ച് രാഹുലിന്റെ വസതിയിൽ വെച്ച് മട്ടൻ കറി പാചകം ചെയ്തിരുന്നു. അതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായ ഒരു ഘട്ടത്തിൽ ആ സമയത്ത് തന്നെ BJP ഒരു കടുത്ത വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ഈ ശ്രാവണ മാസം പോലെ ഹിന്ദുക്കൾ ശുദ്ധ വെജിറ്റേറിയൻ ഭക്ഷണരീതി പിന്തുടരുന്ന സമയത്ത് ഇത്തരമൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിനെതിരെ അന്ന് BJP വലിയ പ്രചരണമൊക്കെ നടത്തിയിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി തന്നെ ആ വിഷയം വീണ്ടും എടുത്ത് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ജമ്മുകശ്മീരിലെ ഉദ്ധംപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് ഈ മട്ടൻ കറിയുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രധാനമന്ത്രി പരാമർശിച്ചത്. ഭൂരിപക്ഷ വികാരത്തെ പരിഹസിക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ രീതി എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ അദ്ദേഹം ഒരു ഉദാഹരണമായി പരാമർശിക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ ഭൂരിപക്ഷ വികാരത്തെ പരിഹസിക്കുക എന്നത് പ്രതിപക്ഷത്തിന്റെ ഒരു സമീപനമായി മാറിയിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് ഈ വീഡിയോ എന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. എന്ത് ഭക്ഷണം കഴിക്കണമെന്നത് വ്യക്തിസ്വാതന്ത്ര്യമാണ്, പക്ഷേ ശ്രാവണ മാസത്തിൽ മട്ടൻ കറി ഉണ്ടാക്കി, അതും പോരാഞ്ഞ് അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മറ്റൊരു തലത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോവുകയാണ്. നേരത്തെ മുഗളന്മാർ ഇന്ത്യ ആക്രമിച്ചപ്പോൾ രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിയതുകൊണ്ട് മാത്രമായിരുന്നില്ല അവർക്ക് സംതൃപ്തി ലഭിച്ചത്, പകരം ക്ഷേത്രങ്ങൾ കൂടി തകർക്കുമ്പോഴായിരുന്നു അവർ സന്തോഷം കണ്ടെത്തിയത്. അതേ മാനസികാവസ്ഥയാണ് ഭൂരിപക്ഷ വികാരത്തെ പരിഹസിക്കുമ്പോൾ ഈ പ്രതിപക്ഷത്തിനുണ്ടാകുന്നത് എന്നതാണ് പ്രധാനമന്ത്രി ആരോപണമായി ഉന്നയിച്ചത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കുകയാണ് ഇവർ ലക്ഷ്യമിടുന്നത് എന്നും പ്രതിപക്ഷത്തിന് നേരെ പ്രധാനമന്ത്രി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതാണ് ഈ മട്ടൻ കറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. അതോടൊപ്പം തന്നെ ജമ്മുകശ്മീരിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പ്രത്യേക പദവി റദ്ദാക്കൽ പ്രധാനപ്പെട്ട ഒരു ഭരണനേട്ടമായി അദ്ദേഹം എടുത്തു പറയുന്നു. ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ വലിയ തോതിൽ തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങൾ നടത്തി. പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്ന് ഇന്ന് ജമ്മുകശ്മീരിലെ ജനങ്ങൾ കാണിച്ചു നൽകിയിരിക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ജമ്മുകശ്മീരിനും പുറം ലോകവും തമ്മിലുള്ള ഒരു മതിലായി തന്നെയായിരുന്നു ഈ പ്രത്യേക പദവി വിഷയം ഉണ്ടായിരുന്നത്. ആ മതിൽ മോദി സർക്കാർ ഇല്ലാതാക്കിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കൂടാതെ
ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി തിരികെ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളിയും പ്രധാനമന്ത്രി ഉയർത്തുകയുണ്ടായി. നേരത്തെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയ സമയത്ത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പൂർണ്ണ സംസ്ഥാന പദവി ജമ്മു കശ്മീരിന് നൽകും എന്ന് മാത്രമാണ്. പ്രത്യേക പദവി നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി കോൺഗ്രസിന് നേരെ ഇത്തരമൊരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജമ്മു കശ്മീരിന് പ്രത്യേക പദവി ഇല്ല എങ്കിലും പൂർണ്ണ സംസ്ഥാന പദവി നൽകും. കൂടാതെ ഉടൻ തന്നെ ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ശരി, 2023 രാഹുൽ ഗാന്ധി വെച്ച മട്ടൻ കറിയും പ്രചാരണ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് നരേന്ദ്രമോദി. വിശദാംശങ്ങളാണ് ശരത് കെ ശശി നൽകിയത്.